യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്ന ഈശോയുടെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് സ്ലീഹന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി. ചെന്നുചേർന്ന സ്ഥലങ്ങളിലെല്ലാം അവർ ഈശോയുടെ വചനം പ്രഘോഷിക്കുകയും അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. അവരുടെ സാക്ഷ്യം അനേകരെ ഈശോയിലേക്ക് നയിച്ചു. സ്ലീഹന്മാരെ പോലെ ദൈവമക്കളായ നാം ഓരോരുത്തരും അവിടുത്തെ വചനം പ്രഘോഷിക്കുകയും അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുകയും വേണം. ഈ ദൗത്യം ദൈവമക്കളായ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ഇന്നത്തെ ഷെമ ഇസ്രായേലിലൂടെ നമുക്ക് ചിന്തിക്കാം. ഇന്ന് നമുക്കായി സന്ദേശം നൽകുന്നത് കാരീസ് ഭവനിലെ അനീഷ് മുണ്ടിയാനിക്കൽ അച്ഛനാണ്. ഒരു വ്യക്തിയുടെ ജീവിതസാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ജാൻസി, സ്ഥലം കാണക്കാരി. എൻ്റെ യൂട്രസിനകത്ത് ചെറിയൊരു തടിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇത് ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തേക്കാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഷെമ ഇസ്രായേലിൻ്റെ പ്രേക്ഷകരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ നവീകരിക്കാനും ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുക്കാനും ആവശ്യമായ വചനം ഇന്ന് നൽകുന്നത് തോബിത്തിൻ്റെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ വചനമാണ്. നമുക്ക് അറിയില്ലെങ്കിലും നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ബൈബിളിലെ POC ബൈബിളിലെ ഏറ്റവും കൂടുതൽ വചനങ്ങൾ അടങ്ങിയ, ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ, വാക്കുകൾ ചേർന്ന വചനം ഇതാണ്. 57ഓളം വാക്കുകൾ ചേർന്ന വചനമാണിത്. ഏറ്റവും നീളം കൂടിയ മലയാള വചനം. പ്രിയപ്പെട്ടവരെ, അത് തോബിത്തിൻ്റെ കീർത്തനമാണ്. തോബിത്ത് ദൈവത്തെ നന്ദി പറഞ്ഞ് കീർത്തിക്കുകയാണ്. തോബിത്ത് ഒരു നല്ല മനുഷ്യനായിരുന്നു. ഒത്തിരിയേറെ വിശുദ്ധിയിൽ ജീവിച്ച ഒരു വ്യക്തി. ബൈബിളിൽ തോബിത്തിനെക്കുറിച്ച് പറയുന്നത് തോബിത്ത് സത്യസന്ധനും അതുപോലെ തന്നെ ജീവിതകാലം അത്രയും സത്യത്തിൻ്റെ നീതിയുടെയും മാർഗത്തിൽ ചലിച്ച വ്യക്തിയാണെന്ന് തോബിത്ത് തന്നെ തോബിത്തിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, തോബിത്തിൻ്റെ പുസ്തകത്തിലെ ഈ ഒരു വചനം 13-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം ഇങ്ങനെയാണ്. നമ്മുടെ ജീവിതവുമായിട്ട്, ഒരു ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ഒരു ഭക്തൻ്റെ, ദൈവഭക്തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഈ വചനഭാഗത്തിലുണ്ട്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും എന്ന് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് തോബിത്ത് ദൈവത്തെ കീർത്തിക്കുമ്പോൾ പറയുന്നു. ദൈവത്തിലേക്ക് എങ്ങനെ തിരിയണമെന്ന് തോബിത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിലേക്ക് തിരിയുകയും. തോബിത്തിൻ്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഒത്തിരിയേറെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ച ഒരു വ്യക്തിയാണ് തോബിത്ത്. ദൈവഭക്തനാണെന്ന് അറിയപ്പെടുകയും എന്നാൽ അതേസമയം ആ ദൈവഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും, അതായത് തോബിത്തിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരിൽ പലരും
ഏകദൈവത്തെ ആരാധിക്കുന്നതിന് പകരം വിജാതീയ ദേവന്മാരുടെ പിന്നാലെ പോയപ്പോഴും അന്യദേവന്മാരുടെ പിന്നാലെ നടന്നപ്പോഴും അതിനൊന്നും പോകാതെ യാതൊരു തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളോ തെറ്റായ വിശ്വാസങ്ങളിലേക്ക് പോകാതെ കാണപ്പെടാത്ത ദൈവത്തെ ആരാധിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന വ്യക്തിയാണ് തോബിത്ത്. ഒപ്പം ദൈവത്തോട് നിർവഹിക്കേണ്ട കർമ്മങ്ങളും അദ്ദേഹം നിർവഹിച്ചിരുന്നു. ഉദാഹരണത്തിന് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ദാനധർമ്മങ്ങൾ കൊടുക്കുകയും ഉപവസിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തോബിത്ത് 3 വിധത്തിൽ ദശാംശം പോലും കൊടുത്തിരുന്നു. 3 ദശാംശം. തോബിത്തിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 6 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, വിളവിൻ്റെ എല്ലാ ആദ്യ ഓഹരിയും അതുപോലെ തന്നെ എല്ലാ മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും അദ്ദേഹം പുരോഹിതന്മാർക്ക്, ലേവി ഗോത്രത്തിലുള്ള പുരോഹിതന്മാർക്ക് ദേവാലയത്തിൽ കൊണ്ടുപോയി കാഴ്ച സമർപ്പിച്ചിരുന്നു. 2-ാമത്തെ 1 ദശാംശം അദ്ദേഹം ദേവാലയത്തിൽ തിരുനാളിന് പോകുമ്പോൾ ചെലവഴിക്കുമായിരുന്നു. 3-ാമതൊരു ദശാംശം അദ്ദേഹത്തിൻ്റെ പിതാമഹിയായ ദബോറ നിർദ്ദേശിക്കുന്നതനുസരിച്ച് പാവപ്പെട്ടവർക്ക് കൊടുക്കുമായിരുന്നു. അതിന് കാരണം അദ്ദേഹം പറയുന്നുണ്ട്, അനാഥനായിരുന്നു താൻ, അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് സംരക്ഷണമായിട്ടും കൊടുത്തിരുന്നു. പ്രിയപ്പെട്ടൊരു വലിയൊരു മാതൃകയാണ് തോബിത്ത് നൽകുന്നത് ദശാംശത്തിൻ്റെ കാര്യത്തിൽ, പ്രാർത്ഥനയുടെ കാര്യത്തിൽ. ഇനി തോബിത്തിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചും നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥഭാഗത്ത് വായിക്കുന്നുണ്ട്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ 3-ാമത്തെ അധ്യായം തോബിത്തിൻ്റെ പ്രാർത്ഥനയാണ് ആരംഭിക്കുന്നത്. തോബിത്തിൻ്റെ പ്രാർത്ഥന വളരെ ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ ഹൃദയം മുഴുവൻ ചൊരിഞ്ഞുള്ള പ്രാർത്ഥനയാണ്. കാരണം സാമ്പത്തികമായിട്ട് ഒരുപാട് പരാധീനതകളും കഷ്ടപ്പാടുകളും ഒക്കെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഒരു സമയത്ത് പോലും ഇദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വലിയ അർത്ഥമുണ്ട്. അദ്ദേഹം ഇതിലും ഭേദം മരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ പരിതപിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ മുൻപിൽ കടക്കണിയുടെ പേരിലുള്ള ആത്മഹത്യകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ ആളുകൾ പല സ്ഥലങ്ങളിലേക്കും ഓടുന്നതും ചിതറുന്നതും ഒക്കെ കാണുമ്പോൾ ഈ വചനം വളരെ പ്രയോജനകരമാണ്. തോബിത്തിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനം പ്രിയപ്പെട്ടവരെ കടക്കണിയിൽ പെട്ടവർക്ക്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കഷ്ടപ്പെടുന്നവർക്കുള്ള ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണ്. തോബിത്ത് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് നോക്ക്. പ്രിയപ്പെട്ടവർ, ആ ഒരു ഉദാഹരണമാണ് തോബിത്ത് നമുക്ക് പറഞ്ഞു തരുന്നതും. ഇനി തോബിത്ത് തൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. തോബിത്തിൻ്റെ മകനോട് പറയാം, മോനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദ്യം വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. തോബിത്ത് തൻ്റെ കഷ്ടപ്പാടിൻ്റെ നടുവിലും തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശമാണത്. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഒരു നല്ലൊരു മനുഷ്യൻ, ഭക്തനായ മനുഷ്യൻ. ഇനി തോബിത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുമുണ്ട്. തോബിത്തിൻ്റെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന കേൾക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. തോബിത്തിൻ്റെ പുസ്തകം അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ, 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ തോബിത്ത് സമ്പത്ത് കൊണ്ട് നിറയുകയാണ്. തോബിത്തിൻ്റെ മകൻ തോബിയാസ് അദ്ദേഹത്തിൻ്റെ അപ്പൻ പറയുന്നത് പോലെ തന്നെ അനുസരിക്കുകയും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് മുന്നോട്ട് പോവുകയും ഒരു ജീവിത പങ്കാളിയെ സ്വന്തമാക്കുകയും അതോടൊപ്പം ഒത്തിരി സമ്പത്ത് സ്വന്തമാക്കുകയും ഒക്കെ ചെയ്താണ് ഇദ്ദേഹം തോബിയാസ് തിരിച്ചു വരുന്നത്. മാതാപിതാക്കൾ ബുദ്ധിമുട്ടി വിഷമത്തിലൂടെ കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, മകനെ നല്ല രീതിയിൽ വളർത്തി, മകനെ ദൈവത്തിന് അനുഗുണനായി വളർത്തി, മകനെ ദൈവത്തോട് ചേർത്ത് നിർത്തി വളർത്തി, അതുപോലെ തന്നെ മകൻ തിന്മയിലൂടെയല്ല നന്മയിലൂടെയാണ് സമ്പത്ത് ഉണ്ടാക്കുന്നതെന്നും ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കണമെന്നും ഒക്കെ പഠിപ്പിച്ച് വളർത്തിയ മക്കളിലൂടെ സമ്പത്ത് കൈവരുന്നത് കാണുന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രിയപ്പെട്ടവരെ തോബിയാസും. അങ്ങനെ തോബിത്തിന് സമ്പത്ത് കൈവരുന്നുണ്ട്. ഇതിന് ശേഷം തിരികെ വരുന്ന മകൻ്റെ മുൻപിലും അതുപോലെ റപ്പായൽ എന്ന് പറയുന്ന ദൂതൻ്റെ മുമ്പിലും നിന്ന് ദൈവത്തിന് കീർത്തനം ആലപിക്കുന്ന തോബിത്തിനെ നമുക്ക് കാണാൻ സാധിക്കും. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയത് തിരികെ കിട്ടി അദ്ദേഹത്തിന്, രോഗസൗഖ്യം കിട്ടി, സാമ്പത്തിക മേഖലയിൽ വിടുതൽ കിട്ടി, കടബാധ്യതകൾ മാറി, പ്രശ്നങ്ങൾ തീർന്നു. എല്ലാം തീർന്നപ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തെ ഹൃദയം തുറന്ന് സ്തുതിക്കുന്ന തോബിത്താണ് ഇത് പറയുന്നത്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും. ദൈവം എങ്ങനെയാണ് എന്നെ കാണുക? ദൈവം എന്നെ കാണാൻ, ദൈവത്തിന് എൻ്റെ അവസ്ഥ കാണാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? പലരും ചോദിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാൻ കടന്നു വരുന്നവർ, ധ്യാനത്തിനായി കടന്നു വരുന്നവർ, ദൈവം എന്തുകൊണ്ടാണ് അച്ഛാ എന്നെ കാണാത്തത്? ദൈവം എന്തുകൊണ്ടാണ് എൻ്റെ അവസ്ഥ കാണാത്തത്? പ്രിയപ്പെട്ടവരെ, തോബിത്ത് അതിനുള്ള ഉത്തരം നൽകുകയാണ്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി നിങ്ങൾ കർത്താവിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടെ നിങ്ങളെ കടാക്ഷിക്കും.
പ്രിയപ്പെട്ടവരെ, നമ്മൾ എങ്ങനെ ദൈവത്തിലേക്ക് തിരിയുന്നത്? പകുതി നമ്മുടെ കഴിവിലുള്ള വിശ്വാസം, പകുതി ലോകത്തുള്ള ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും തരുമെന്നുള്ള വിശ്വാസം, ഒരുപക്ഷെ നാളെ ആരെങ്കിലും ഒന്ന് സഹായിച്ചേക്കാമെന്നുള്ള വിശ്വാസം, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യ വ്യക്തികളിൽ നിന്നോ, അതല്ലെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്ന ലോട്ടറിയിൽ നിന്നോ, അതല്ലെങ്കിൽ ഞാൻ നട്ടുവെച്ചിരിക്കുന്ന വാഴയിൽ നിന്നോ, അതല്ലെങ്കിൽ ഞാൻ കൃഷി ചെയ്തിരിക്കുന്ന കൃഷി സ്ഥലത്തു നിന്നോ, അല്ലെങ്കിൽ എൻ്റെ ശമ്പളം കൂടുമെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും സഹായിക്കുമെന്നോ ഒക്കെ വിചാരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നമ്മൾ ദൈവത്തിലേക്കല്ല തിരിഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെയോ മനുഷ്യരിലേക്കും ലോകത്തിലേക്കുമാണ്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് തിരിയുന്ന വ്യക്തി തോബിത്ത് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കും, എൻ്റെ കർത്താവേ, എനിക്ക് നീ അല്ലാതെ മറ്റൊരു ആശ്രയമില്ല. അങ്ങനെ ഒരു വ്യക്തിയെ ദൈവം കൈവിടില്ലെന്നാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ കർത്താവിലേക്ക് തിരിയുകയും മറ്റൊരു കാര്യം, അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്യുക. ലോകത്തിൻ്റെ മുമ്പിൽ നീ എന്തായിരിക്കുന്നു എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ സത്യസന്ധതയോടെ വ്യാപരിക്കുക. ഈശോ പല പ്രാവശ്യം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ബൈബിളിൽ സുവിശേഷങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം കപടനാട്യമാണ്. ഈശോ പഠിപ്പിക്കുന്നുണ്ട്, കപടനാട്യക്കാരായ ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സന്തോഷവും സുഖവും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോയി പോകും. കാരണം നിങ്ങൾക്ക് കപടനാട്യമുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ് കപടനാട്യം? ദൈവം എല്ലാം കാണുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ യഥാർത്ഥത്തിൽ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖവും മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുന്ന മറ്റൊരു മുഖവും. എൻ്റെ പ്രിയപ്പെട്ട, ഈ മുഖമാണ് കപടനാട്യം. എന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, ഞാൻ നിഷ്കളങ്കനാണ്, ഞാൻ നിരപരാധിയാണ് എന്ന് പറയുന്ന മുഖം. ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ എളിമപ്പെടുക, നിൻ്റെ കുറവുകളെ തുറന്നു വയ്ക്കുക, ദൈവത്തിൻ്റെ മുമ്പിൽ സത്യസന്ധമായിട്ട് വ്യാപരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം കാണുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും മറച്ചു വയ്ക്കാതിരിക്കുക. അതായത് നീ നിൻ്റെ കുമ്പസാരത്തിൽ സത്യത്തോടെ നിൻ്റെ കുമ്പസാരത്തിൽ നിൻ്റെ കുറവുകൾ ഏറ്റുപറയുക, നീ നിന്നെ തന്നെ വെളിപ്പെടുത്തുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ സത്യസന്ധമായിട്ട് വ്യാപരിക്കുക. ഒരുപക്ഷെ മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ മൂടുപടം അണിഞ്ഞൊക്കെ നടന്നേക്കാം, മറ്റുള്ളവരെ കാണിക്കാനും മറ്റുള്ളവരോട് പ്രവർത്തിക്കാനും ഒക്കെ. പക്ഷേ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ, കുമ്പസാരത്തിൻ്റെ മുമ്പിൽ, ദൈവാരാധനയുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എന്നെ തന്നെ എളിമപ്പെടുത്താൻ പറ്റണം. ഞാൻ കാണുന്നുണ്ട് ചിലപ്പോഴൊക്കെ പ്രാർത്ഥനയിലും ആരാധനയിലും ഒക്കെ വന്ന് നിൽക്കുന്നവർ എളിമപ്പെട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത്. അവരുടെ സാമ്പത്തിക അവസ്ഥയോ സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ അവരുടെ സ്ഥാനമാനങ്ങളോ അവരുടെ അധികാര സ്ഥാനങ്ങളോ ഒന്നും വകവയ്ക്കാതെ പൊട്ടിക്കരഞ്ഞ് കണ്ണുനീരോടെ തങ്ങളുടെ അവസ്ഥകളെ ഓർത്ത് വേദനിക്കുന്നവർ. ഈ ഒരു അവസ്ഥയാണ് സത്യസന്ധമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിക്കുന്ന അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതാണ് ദൈവം ഇഷ്ടപ്പെടുന്ന മനോഭാവം. എന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന മനോഭാവം. ഇത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രാർത്ഥിച്ച് നിഷ്കളങ്കമായ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയർത്തിയ വ്യക്തിയാണ് തോബിത്ത്. ആ തോബിത്താണ് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. വീണ്ടും ഈ വചനം മുന്നോട്ട് പോകുമ്പോൾ, തോബിത്തിൻ്റെ പുസ്തകം 13-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ പറയുന്നു, അപ്പോൾ നിങ്ങളെ അവിടുന്ന് കടാക്ഷിക്കും, നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അതിനർത്ഥം എന്താണ്? ഇനി സത്യസന്ധതയോടെ അല്ല വ്യാപരിക്കുന്നതെങ്കിൽ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അല്ല ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നതെങ്കിൽ, പകുതി മനസ്സും പകുതി ഹൃദയവും ലോകത്തിലാണെങ്കിൽ, അസത്യത്തോടെയാണ് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നുണ പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ, അതായത് കളവ് പറഞ്ഞ് ദൈവത്തെ കബളിപ്പിക്കാമെന്നുള്ള വിചാരത്തോടെയാണ് നിൽക്കുന്നതെങ്കിൽ അവിടുന്ന് നിന്നിൽ നിന്നും മുഖം മറയ്ക്കും. പ്രിയപ്പെട്ടവരെ, ഇത് ഇവിടെ മാത്രമല്ല പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ അമാവാസ്യയും നിങ്ങളുടെ സാബത്തും സമ്മേളനങ്ങളും ഒക്കെ ഞാൻ വെറുക്കുന്നു. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളുടെ മുഖം എന്നിൽ നിന്ന് മറയ്ക്കും. ഞാൻ മുഖം മറയ്ക്കും, നിങ്ങൾ എന്നെ കാണുകയില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. ആദ്യം രമ്യതപ്പെടാം, എന്നിട്ട് മുന്നോട്ട് പോകാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അല്ലെങ്കിൽ മുഖം മറയ്ക്കും. ഇനി അടുത്ത കാര്യം പറയുന്നത് ഇങ്ങനെയാണ്, അവിടെ നിന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? പലപ്പോഴും പ്രാർത്ഥിക്കാൻ വരുന്ന വ്യക്തികൾ ചിന്തിക്കുന്നത് ഇനി എന്ത് സംഭവിക്കും, എങ്ങനെ ഇത് നേടിയെടുക്കാൻ പറ്റും. പലപ്പോഴും പലരും പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അങ്ങനെ ഒരു മനോഭാവത്തോടെയാണ്, എൻ്റെ ജീവിതത്തിൽ എങ്ങനെ സംഭവിക്കും, നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ കർത്താവ് പറയുന്നത്, നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയാവോ? നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ദൈവം ചെയ്ത നന്മകളെപ്പറ്റി ചിന്തിക്കുക. എന്തുമാത്രം പ്രിയപ്പെട്ടവരെ നന്മകളെപ്പറ്റി ചിന്തിക്കാനുണ്ട്. അങ്ങനെ ചിന്തിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന് നമ്മുടെ ചിന്തയിൽ മഹത്വം കൊടുക്കും. ആ ചിന്തയിലെ മഹത്വം നമ്മുടെ വാക്കുകളിലേക്ക്, നമ്മുടെ പ്രവൃത്തികളിലേക്ക് വ്യാപിക്കും. ഇനി
കുറവുകളിലേക്ക് മാത്രമാണ് നോക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കുറവുകളിലേക്ക് മാത്രം നോക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും ആ വ്യക്തിയെ കൂടുതലായിട്ട് പ്രചോദിപ്പിക്കുന്നത് പിശാചായിരിക്കും. ആ കുറവുകളിലേക്ക് മാത്രം നോക്കാൻ, എന്നിട്ട് ദൈവത്തെ പഴിക്കാൻ, ദൈവത്തെ പഴിചാരാൻ, ദൈവം നൽകിയതിനെ ഒന്നും കാണാനോ, ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ കാണാനോ, അതിന് നന്ദി പറയാനോ സാധിക്കില്ല. അതുകൊണ്ടാണ് തോബിത്ത് പറയുന്നത്, തോബിത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ, എന്നിട്ട് ഉച്ചത്തിൽ അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുവിൻ, നീതിയുടെ കർത്താവിനെ സ്തുതിക്കുവിൻ, യുഗങ്ങളുടെ രാജാവിനെ പുകഴ്ത്തുവിൻ, പ്രവാസിയായി വസിക്കുന്ന നാട്ടിൽ വെച്ച് ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു. അതായത് അടുത്തത് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക. ആ കൃതജ്ഞത അർപ്പണത്തിൻ്റെ ഭാഗമായി ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. എന്നിട്ട് തോബിത്ത് പറയുകയാണ്, പ്രവാസിയായി കഴിയുന്ന പ്രിയപ്പെട്ട ഒരു തോബിത്തും കൂട്ടുകാരും ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു അവസ്ഥയിൽ അവർ പ്രവാസികളാണ്. അവർ നിനിവയിലേക്ക് നാട് കടത്തപ്പെട്ട പ്രവാസികളുടെ ഭാഗമാണ്. അപ്പോൾ മറ്റേതോ രാജാക്കന്മാരുടെയും ജനങ്ങളുടെയും ഒക്കെ അടിമത്തത്തിൽ കഴിയുന്ന ഈ ജനം എന്തോർത്ത് സ്തുതിക്കാനാണ് പ്രിയപ്പെട്ടവരെ? ഒരു ജനം മുഴുവൻ, ഒരു വിഭാഗം മുഴുവൻ, യഹൂദന്മാർ മുഴുവൻ, ഒരു വിഭാഗം മുഴുവൻ ആ അടിമത്തത്തിൽ കിടക്കുമ്പോൾ, പ്രവാസികളായി കഴിയുമ്പോൾ, മറ്റുള്ളവരുടെ കീഴിൽ പ്രവാസത്തിൽ കഴിയുമ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? പക്ഷേ തോബിത്ത് പറയുകയാണ്, ഞാൻ എങ്കിലും ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് സ്തുതിക്കും. ഇത് പ്രാർത്ഥനയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. സ്തുതിച്ച് ഉള്ള പ്രാർത്ഥന, കൃതജ്ഞത അർപ്പിച്ചുള്ള പ്രാർത്ഥന. പ്രവാസിയുടെ നാട്ടിൽ വെച്ച് ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു, പാപികളായ ജനതയോട് അവിടുത്തെ ശക്തിയും മഹത്വവും പ്രഘോഷിക്കുന്നു. പാപികളായ ജനതയോട് അവിടുത്തെ ശക്തിയും മഹത്വവും പ്രഘോഷിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, പാപികളെ പിന്തിരിയുവിൻ, അവിടുത്തെ മുൻപിൽ നീതി പ്രവർത്തിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യില്ലെന്ന് ആരറിഞ്ഞു? പ്രിയപ്പെട്ടവരെ, തോബിത്ത് പറഞ്ഞു നൽകുന്ന ഒരു കാര്യം ഇതാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ വചനം നമ്മൾ വായിക്കുന്നുണ്ട്. അന്ധനായ മനുഷ്യൻ യേശുവിൽ നിന്നും സൗഖ്യം സ്വീകരിച്ച ശേഷം ആരാണ് നിനക്ക് സൗഖ്യം നൽകിയതെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിക്കുന്നു. അതായത് ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഇവിടെ തോബിത്ത് പറയുകയാണ്, പാപികളെ നിങ്ങൾ പിന്തിരിയുവിൻ, അവിടുത്തെ മുൻപിൽ നീതി പ്രവർത്തിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുകയില്ലെന്ന് ആരറിഞ്ഞു? അതായത് നമ്മുടെ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നീതിയോടെ പ്രവർത്തിക്കുക, ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന് പാപങ്ങൾ ഏറ്റുപറയുക, എന്നിട്ട് ഇനി മുതൽ നീതിയോടെ മറ്റുള്ളവരോട് പെരുമാറുക. അപ്പോൾ ദൈവം കരുണ കാണിച്ച് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. എനിക്ക് ലഭിക്കേണ്ട മേഖലകളെ കർത്താവ് തുറന്നു തരും. എൻ്റെ സാമ്പത്തിക വരുമാന മാർഗങ്ങളെ കർത്താവ് തുറന്നു തരും. തോബിത്തിൻ്റെ അനുഭവമാണ് തോബിത്ത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി നീതിമാനായി, ഒത്തിരി നല്ല വ്യക്തിയായി, ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിനും, സീസറിന് കൊടുക്കേണ്ടത് സീസറിനും, സഹോദരങ്ങൾക്ക് കൊടുക്കേണ്ടത് സഹോദരങ്ങൾക്കും ഒക്കെ കൊടുത്തുകൊണ്ട് വളരെ ധർമ്മനിഷ്ഠനായി ജീവിച്ച തോബിത്ത് പറയുകയാണ്, പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക, ദൈവം നിങ്ങളോട് കരുണ കാണിക്കുകയില്ലെന്ന് ആരറിഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളോട് കരുണ കാണിക്കും. പ്രിയപ്പെട്ടവരെ, തോബിത്ത് നമുക്ക് പറഞ്ഞു തരുന്ന പാഠം വളരെ വലുതാണ്. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് സൗഖ്യത്തിനും വിടുതലിനും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, തോബിത്ത് ഒരുപാട് ബന്ധനത്തിൽ കിടന്ന വ്യക്തിയാണ്. എന്ത് ബന്ധനം? സാമ്പത്തികമായിട്ട് ഉയരാൻ പറ്റുന്നില്ല, എന്തൊക്കെ ചെയ്താലും പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥ. എന്നാൽ പ്രാർത്ഥനയുണ്ട്, പരിത്യാഗമുണ്ട്, എല്ലാമുണ്ട്, എന്നിട്ടും ഉയരാൻ പറ്റാത്ത അവസ്ഥ. പ്രിയപ്പെട്ടവരെ, അവിടെ നേരിട്ടത് എങ്ങനെയാണെന്ന് തോബിത്ത് നമുക്ക് പറഞ്ഞു തരികയാണ്. ഒപ്പം തോബിത്തിന് കണ്ണിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. അതായത് ശാരീരികമായ അന്ധത ഉണ്ടായിരുന്നു. ആ ശാരീരികമായ അന്ധതയെ തോബിത്ത് എങ്ങനെയാണ് നേരിട്ടതെന്ന് തോബിത്ത് നമുക്ക് പറഞ്ഞു തരുന്നു. പ്രിയപ്പെട്ടവരെ, തോബിത്തിൻ്റെ മാതൃക പിന്തുടർന്ന് നമുക്കും ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തിന് മുമ്പിൽ നീതി പ്രവർത്തിക്കുന്നവരും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നവരും ആയി നമുക്ക് മാറാം. അങ്ങനെ ദൈവാനുഗ്രഹമുള്ള മക്കളായി നമുക്ക് ജീവിക്കാം. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇനി വരുന്ന ആരാധനയിൽ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ മുൻപിൽ നിഷ്കളങ്കതയോടെ വ്യാപരിച്ച് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ദൈവാനുഗ്രഹം സ്വന്തമാക്കാം. അതിനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വചനത്തിലൂടെ നമ്മളോട് സംസാരിച്ച ദൈവം ഇതാ മാംസമായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നരുളി ചെയ്ത കർത്താവ്, ഓരോ സക്രാരിയിലും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവം. പ്രിയമുള്ളവരെ, നമ്മളായിരിക്കുന്ന സ്ഥലത്തിന് സമീപം ഏതോ ഒരു ദേവാലയത്തിൽ നമുക്ക് വേണ്ടി തൊട്ടടുത്ത് കാത്തിരിക്കുന്ന ഈശോ ഉണ്ട്. നമുക്കിപ്പോൾ വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യം അടുത്തറിയാം. ഞാൻ ലോകാവസാനം വരെ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് വളരെ സ്നേഹത്തോടെ അപ്പസ്തോലന്മാരോട് അരുളി ചെയ്തവൻ നമ്മുടെ കൂടെ നിന്ന് മാറി നിൽക്കുമോ? ഇല്ല. വിശ്വസിക്ക്, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. തോബിത്തിനെ പോലെ പ്രാർത്ഥിക്കുവാനൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തോബിത്തിനെ പോലെ ദൈവത്തിന് നന്ദി പറയാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവർ, തോബിത്ത് നന്ദി പറഞ്ഞ് ദൈവത്തിന് സാക്ഷ്യം നൽകുന്ന വചനഭാഗമാണ് നമ്മൾ കേട്ടത്. ഏറ്റവും നീളം കൂടിയ വചനഭാഗം. അവിടെ തോബിത്ത് ഏറ്റവും പ്രധാനമായി പറയുന്നത് ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുമെന്നാണ് പറയുന്നത്. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് തോബിത്ത് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാം. ദൈവമേ നന്ദി, എൻ്റെ ജീവിതത്തിന് നന്ദി, എൻ്റെ ജീവിതത്തിൽ നിന്ന് നൽകിയതിനൊക്കെ നന്ദി, വേദനകൾക്കും രോഗങ്ങൾക്കും പോലും നന്ദി കർത്താവേ. അതിലൂടെ ഞാൻ അങ്ങേ അറിഞ്ഞു കർത്താവേ. എൻ്റെ ദുരിതങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മാതാപിതാക്കളെ ഓർ നന്ദി പറയുന്നു. എൻ്റെ സമ്പത്തിനെ ഓർ നന്ദി പറയുന്നു. ചെറുതായിട്ട് ഉള്ളെങ്കിലും കർത്താവെ, എനിക്ക് അങ്ങ് തന്നിരിക്കുന്ന എല്ലാറ്റിനും നന്ദി പറയുന്നു. ചെറിയ കാര്യങ്ങളാണ് എനിക്ക് തന്നിരിക്കുന്നതെങ്കിലും അതിനെ ഓർത്ത് നന്ദി പറയുന്നു, കൃതജ്ഞത പറയുന്നു. കർത്താവെ, ഇതൊക്കെ അനുഭവിക്കുവാൻ, ഇങ്ങനെയൊക്കെ പോകുവാൻ എന്നെ അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. ഒരു മനുഷ്യനായി എന്നെ സൃഷ്ടിച്ചതിന് ആത്യന്തികമായി ഞാൻ നന്ദി പറയുന്നു. എല്ലാവരും കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യീശോയെ, ഇപ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും ഇപ്പോൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നന്ദി പറയുന്നു. അവരുടെ അവസ്ഥകളെ ഓർത്ത് നന്ദി പറയുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഈ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ, ഇവരുടെ ജീവിതത്തെ അങ്ങ് കാണണമേ, ഇവരുടെ ജീവിതത്തെ അങ്ങ് കർത്താവെ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. തോബിത്തിൻ്റെ ജീവിതത്തിൽ സൗഖ്യവും വിടുതലും അങ്ങ് നൽകി. തോബിത്തിൻ്റെ സാമ്പത്തിക മേഖല അങ്ങ് വിടുതൽ നൽകി. തോബിത്തിൻ്റെ കണ്ണിന് സൗഖ്യം നൽകി. തോബിത്തിൻ്റെ മകൻ്റെ വിവാഹം നടന്നു. റഘുവേലിൻ്റെ മകളുടെ സാറായുടെ വിവാഹം നടന്നു. കർത്താവെ, അവരുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടായി, സമാധാനം ഉണ്ടായി. ഈശോ, ഇതിപ്പോൾ ഈ ആരാധനയെ സംബന്ധിക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിൽ കർത്താവ്, ഇത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വലിയ കൃപകളും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ, സാമ്പത്തിക മേഖലയിലെ കടബാധ്യതകൾ മാറട്ടെ, ബുദ്ധിമുട്ടുകൾ മാറട്ടെ, ജോലി കിട്ടാത്ത അവസ്ഥകൾ മാറട്ടെ കർത്താവെ. അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. തോബിത്തിൻ്റെ പുസ്തകത്തിൽ ഞങ്ങൾ കേട്ട വചനത്തിൻ്റെ ശക്തിയാൽ വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവെ, നല്ല വാർത്ത കേൾക്കുവാൻ ഈ ദിവസങ്ങളിൽ തന്നെ ഈ മക്കളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസിച്ച് കിട്ടുമെന്ന ഉറപ്പോടെ ചോദിച്ചത് ലഭിച്ചു കഴിഞ്ഞു എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ സംഭവിക്കട്ടെ. കർത്താവേ, ഈ ശുശ്രൂഷയിലൂടെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ തക്കവിധം കർത്താവെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഈശോയെ, എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും അഴിക്കണമേ. ഈ മക്കളുടെ കുടുംബങ്ങളിലെ കെട്ടുകളും ബന്ധനങ്ങളും അഴിക്കണമേ. കർത്താവെ, ഇപ്പോൾ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുരിശടയാളം വരച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും ജീവിതത്തിലേക്ക് വലിയ ശക്തിയായി ഇപ്പോൾ കടന്നു ചെല്ലണമേ. ഈശോയെ, അങ്ങയുടെ അനന്തമായ ശക്തി, കുരിശിലൂടെ വെളിപ്പെടുന്ന അനന്തമായ ശക്തി ഈ മക്കൾക്ക് അനുഭവവേദ്യമായി മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കൊരു നിമിഷം ശാന്തമായി ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കാം, നല്ല തീരുമാനങ്ങളെടുക്കാം. തോബിത്തിനെ പോലെ പ്രിയപ്പെട്ടവരെ, പ്രതികൂലമായ സാഹചര്യങ്ങളിലും സമൂഹത്തിലെ പ്രതികൂല അവസ്ഥയുണ്ടായിട്ടും പ്രവാസത്തിൽ ജീവിച്ചിരുന്നിട്ടും നന്മ ചെയ്യുവാൻ മടി കാണിക്കാത്തവനാണ് തോബിത്ത്. കഷ്ടപ്പാടിൻ്റെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും കുടിക്കുമ്പോഴും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത വ്യക്തിയാണ് തോബിത്ത്. ദൈവത്തിനെതിരായി ചിന്തിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരിക്കുകയും ദൈവത്തിലേക്ക് തിരിഞ്ഞവനാണ്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സത്യസന്ധതയോടും കൂടി ദൈവത്തിലേക്ക് തിരിഞ്ഞവനാണ് തോബിത്ത്. ആ തോബിത്തിനെ അനുഗ്രഹിച്ച കർത്താവ് നമ്മളെയും അനുഗ്രഹിക്കും. നല്ല തീരുമാനങ്ങൾ എടുക്കാം, ഉപേക്ഷിക്കാനുള്ളതിന് ഉപേക്ഷിക്കാം, ദൈവം അനുവദിക്കാത്തതിനെ ഒക്കെ മാറ്റി നിർത്താം.
നല്ല തീരുമാനങ്ങളെടുത്ത് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാം. നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ ഭൗതിക കാര്യങ്ങളെക്കാൾ ശ്രദ്ധ പതിപ്പിക്കാം. അപ്പോൾ ആത്മീയ കാര്യങ്ങൾ തമ്പുരാൻ നോക്കിക്കൊള്ളും. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈശോയുടെ ശക്തി ആശീർവാദമായി കടന്നു വരട്ടെ. നമുക്കിപ്പോൾ ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് അനുഗ്രഹം പ്രാപിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയുവാൻ വരേ